തിരുവനന്തപുരത്ത് ചികിത്സ ലഭിക്കാതെ വീണ്ടും രോഗി മരിച്ചു. നെയ്യാറ്റിങ്കര റെയിൽവേ സ്റ്റേഷന് സമീപം താമസിക്കുന്ന രാജേഷാണ് മരിച്ചത്. നെയ്യാറ്റിങ്കര ജനറൽ ആശുപത്രിയിലാണ് സംഭവം. രോഗിയെ കൊണ്ടുവന്ന ഡോക്ടറെ കാണിക്കാൻ ശ്രമിക്കുകയും ഹാർട്ട് അറ്റാക്കാണെന്ന് പറഞ്ഞെങ്കിലും സെക്യൂരിറ്റി രോഗിയെ അകത്തേക്ക് കയറ്റിവിട്ടില്ല. അരമണിക്കൂറോളം കഴിഞ്ഞാണ് പരിശോധിക്കാൻ ഡോക്ടർ തയ്യാറായതെന്നും കൂടെ വന്നവർ ആരോപിച്ചു. പ്രദീപ് പാറശാല ചേരുന്നു വിവരങ്ങളുമായി. പ്രദീപ്, എന്തായാലും വീണ്ടും ഒരു ചികിത്സ ലഭിക്കാതെ ഒരാൾ മരിച്ചു എന്നൊരു പരാതിയാണ് ഇപ്പോൾ ഉയരുന്നത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? വീണ്ടും നെയ്യാറ്റിങ്കര ജനറൽ ആശുപത്രിയിലാണ് ഇത്തരത്തിൽ ചികിത്സ കിട്ടാതെ ചികിത്സാ പിഴവ് കാരണം ഒരു രോഗി മരിച്ചെന്നുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ നിലവിൽ നെയ്യാറ്റിങ്കര ജനറൽ ആശുപത്രിയുടെ മുന്നിൽ തന്നെ വലിയ തരത്തിലുള്ള പ്രതിഷേധം നടക്കുകയാണ്. നാട്ടുകാരുടെയും വിവിധ രാഷ്ട്രീയ സംഘടനകളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം ശക്തമായി നിലയുറപ്പിച്ചിരിക്കുന്നത്. കാരണം സമീപത്തുള്ള ഈ നെയ്യാറ്റിങ്കര ജനറൽ ആശുപത്രിയുടെ 1/2 കിലോമീറ്റർ അപ്പുറം റെയിൽവേ സ്റ്റേഷന് സമീപം താമസിക്കുന്ന 55 വയസ്സുള്ള രാജേഷാണ് നെഞ്ചുവേദനയും തുടർന്ന് ഹൃദയാഘാതമാണെന്നുള്ള കാരണം നെയ്യാറ്റിങ്കര ജനറൽ ആശുപത്രിയിൽ എത്തുന്നത്. തുടർന്ന് ഡോക്ടറെ കാണണോ മറ്റു പരിശോധനയ്ക്കോ അനുവദിച്ചില്ല എന്നുള്ള രീതിയിലാണ് കുടുംബക്കാരും മറ്റുള്ള സമീപവാസികളും നമ്മളോട് പ്രതികരിക്കുന്നത്. എന്തായാലും വലിയ തരത്തിലുള്ള ഗുരുതരമായ വീഴ്ചയാണ് ഈ ആരോപണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം നെഞ്ചുവേദന അല്ലെങ്കിൽ ഹൃദയാഘാതമായിട്ടുന്നു ജനറൽ ആശുപത്രിയിലാണ് എത്തുന്നത്. ആ സമയം കൃത്യമായിട്ട് പരിശോധന നൽകി ആ ചികിത്സയ്ക്ക് വിധേയനാക്കി അദ്ദേഹത്തിന്റെ ജീവൻ നിലനിർത്തേണ്ടത് വലിയൊരു അത്യാവശ്യമായിരുന്നു. അല്ലെങ്കിൽ ആ ജനറൽ ആശുപത്രിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഡോക്ടർമാരുടെയും മറ്റു ജീവനക്കാരുടെയും ഉത്തരവാദിത്തപ്പെട്ട ജോലിയായിരുന്നു. പക്ഷെ ആ ജോലിയിൽ നിന്ന് വലിയ തരത്തിലുള്ള വീഴ്ച സംഭവിച്ചിരിക്കുന്ന ആ വീഴ്ചയിലൂടെയാണ് ഇപ്പോൾ രാജേഷിന്റെ ജീവൻ തന്നെ നഷ്ടമായിരിക്കുന്നെന്നാണ് നാട്ടുകാർ പറയുന്നത്. വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ്. ഇതിനെതിരെ ശക്തമായ നടപടി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധം മണിക്കൂറുകളായി തന്നെ ഇവിടെ സംഭവിക്കുന്നു. ഇന്ന് വൈകുന്നേരം 7 മണിയോട് കൂടിയാണ് രാജേഷിനെ നെയ്യാറ്റിങ്കര ജനറൽ ആശുപത്രിയിൽ എത്തിക്കുന്നത്. മറ്റു വിവരങ്ങൾ, അതായത് ഈ ആശുപത്രി അധികൃത ഭാഗത്തു നിന്ന് നമുക്ക് വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. പോലീസും മറ്റ് സംവിധാനങ്ങളും ഇവിടെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. ദീപ്തി, ശരി, എന്തായാലും ഈ ഒരു സംഭവത്തിൽ നെയ്യാറ്റിങ്കര ജനറൽ ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധം ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ടായി. ദൃശ്യങ്ങളിലേക്ക്. എന്തായാലും തിരുവനന്തപുരത്താണ് ഈ ഒരു സംഭവം ഉണ്ടായത്. ചികിത്സ ലഭിക്കാതെ വീണ്ടും ഒരു രോഗി മരിച്ചു എന്ന പരാതിയാണ് ഉയർന്നത്. നെയ്യാറ്റിങ്കര റെയിൽവേ സ്റ്റേഷന് സമീപം താമസിക്കുന്ന രാജേഷാണ് മരിച്ചത്. നെയ്യാറ്റിങ്കര ജനറൽ ആശുപത്രിക്കെതിരെയാണ് വീണ്ടും ഒരു ചികിത്സാ പിഴവ് അല്ലെങ്കിൽ ചികിത്സ ലഭിക്കാതെ ഒരാൾ മരിച്ചു എന്ന ഒരു പരാതി ഉയരുന്നത്. രോഗിയെ കൊണ്ടുവന്ന ഡോക്ടറെ കാണിക്കാൻ ശ്രമിക്കുകയും ഹാർട്ട് അറ്റാക്ക് ആണെന്ന് പറഞ്ഞെങ്കിലും സെക്യൂരിറ്റി രോഗിയെ അകത്തേക്ക് കയറ്റി വിട്ടില്ല എന്ന പരാതിയാണ് ഉയർന്നത്. അരമണിക്കൂറോളം കഴിഞ്ഞാണ് ഇത്തരത്തിൽ രോഗിയെ പരിശോധിക്കാൻ ഡോക്ടർ തയ്യാറായതെന്നും കൂടെ വന്നവർ ആരോപിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പ്രദീപ് പാറശാലയാണ് വിവരങ്ങൾ നൽകിയത്. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തിയ പരീക്ഷകളിലെ ക്രമക്കേടുകൾ അന്വേഷിക്കാനുള്ള പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് ഉത്തരവിറക്കി DGP. ക്രൈംബ്രാഞ്ച് IG അജിത ബീഗത്തിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം. ക്രൈംബ്രാഞ്ച് SP സക്രിയ മാത്യു, DYSP അജയ്നാഥ് ജി എന്നിവരാണ് സംഘത്തിലുള്ളത്. ക്രൈംബ്രാഞ്ച് ADGPയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലായിരിക്കും പ്രത്യേക അന്വേഷണ സംഘം പ്രവർത്തിക്കുക. ആവശ്യമെങ്കിൽ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരെയോ ജീവനക്കാരെയോ പ്രത്യേക അന്വേഷണ സംഘത്തിലേക്ക് ചേർക്കാം. 2 ആഴ്ചയിൽ ഒരിക്കൽ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് പോലീസ് ആസ്ഥാനത്ത് സമർപ്പിക്കണമെന്നും ഉത്തരവിൽ നിർദ്ദേശമുണ്ട്. ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ PSC പരീക്ഷാ ക്രമക്കേട് വിശദമായി ചർച്ച ചെയ്തിരുന്നു. അതിവേഗത്തിൽ തന്നെ അന്വേഷണം പൂർത്തിയാക്കാനാണ് മന്ത്രിസഭാ യോഗത്തിന്റെ നിർദ്ദേശം. ക്രൈംബ്രാഞ്ചിന് പുറമെ PSCയുടെ ആഭ്യന്തര വിജിലൻസും വിഷയത്തിൽ അന്വേഷണം നടത്തുന്നുണ്ട്. തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് നായകനായ ചിത്രം ജനനായകന് സെൻസർ ബോർഡിന്റെ പ്രദർശന അനുമതി ലഭിച്ചതായി റിപ്പോർട്ട്. ചിത്രം ഈ മാസം പകുതിയോടെ തന്നെ തിയേറ്ററുകളിലെത്തും എന്നതാണ് വിവരം. A സർട്ടിഫിക്കറ്റോടെയാണ് ചിത്രം തിയേറ്ററുകളിലെത്തുക. കഴിഞ്ഞ പൊങ്കലിന് തിയേറ്ററുകളിൽ എത്തേണ്ടിയിരുന്ന സിനിമയ്ക്ക് സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് നൽകാത്തതിനെ തുടർന്നാണ് വലിയ നിയമ പോരാട്ടത്തിലേക്ക് കടന്നത്. ചിത്രം ജൂലൈ 24-ന് കാനഡയിൽ റിലീസ് ചെയ്യുമെന്ന് കാനഡയിലെ വിതരണക്കാരായ യോക്ക് ഫിലിംസ് ഔദ്യോഗികമായി അറിയിച്ചു. ചിത്രത്തിലെ പല ഭാഗങ്ങളും നീക്കിയതോടെയാണ് പ്രദർശനത്തിന് അനുമതി ലഭിച്ചത്. ചിത്രത്തിൽ ആകെ 13 കട്ടുകളാണ് വരുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയാണ് പുതിയ കട്ടുകളോടെ ചിത്രത്തിന്റെ സെൻസറിംഗ് പൂർത്തിയായത്.
ആലപ്പുഴ കായംകുളത്ത് പോലീസുകാർക്ക് മർദ്ദനം. അടിപിടി കേസിൽ മൊഴി രേഖപ്പെടുത്താൻ വിളിച്ചു വരുത്തിയ പ്രതി കായംകുളം സ്വദേശി റൈസലാണ് പോലീസ് ഉദ്യോഗസ്ഥരെ മർദ്ദിച്ചത്. കായംകുളം പോലീസ് സ്റ്റേഷനിൽ വെച്ചായിരുന്നു സംഭവം. കൊച്ചുകുളങ്ങര സ്വദേശിയായ സിറാജിനെയും ഭാര്യയെയും റൈസൽ മർദ്ദിക്കുകയായിരുന്നു. കേസിൽ സിറാജിനെ മൊഴിയെടുക്കാൻ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിരുന്നു. ഈ സമയം സിറാജിനെ മർദ്ദിച്ച റൈസൽ എന്ന ആൾ സ്റ്റേഷനിലെത്തുകയും അക്രമാസക്തനായ പ്രതിയെ ASIമാരായ പ്രിയയും സജീവിനെയും മർദ്ദിക്കുകയായിരുന്നു. സാരമായി പരിക്കേറ്റ ഇരുവരെയും ചെങ്ങന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. റൈസലിനെതിരെ കായംകുളം പോലീസ് കേസെടുത്തു. ഒരാൾ ഒരു പരാതിയായിട്ട് അതിൻ്റെ ഒരു ഉമ്മയും അപ്പയും കൂടെ പരാതിയായിട്ട് വന്ന്, അപ്പോൾ ഈ പരാതിയെ തുടർന്ന് വേറൊരാൾ അതിൻ്റെ എതിർകക്ഷിയായ മകൻ തന്നെ അടിച്ചു എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. നമ്മൾ മകനെ വിളിപ്പിച്ച് എന്താ കാര്യമെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ മകൻ പെട്ടെന്ന് പ്രകോപിതനായി. എന്നിട്ട് കക്ഷി നമ്മുടെ കൂടെ ഉണ്ടായിരുന്നൊരു പോലീസുകാരനെ അടിച്ച്. അപ്പോൾ അവിടെ നിന്ന് എല്ലാവരും കൂടെ പിടിച്ച് കക്ഷി അങ്ങോട്ട് മാറ്റി. അതിനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന കൂട്ടത്തിൽ പിന്നെ ഒരടിയും കർണത്തൊരടി അടിച്ച്, എൻ്റെ കർണത്തടിച്ചിട്ട് എൻ്റെ കഴുത്തിനൊന്നും പിന്നെ എനിക്ക് എന്തോന്നും ഓർമ്മയില്ലായിരുന്നു.